السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. قال شيخ الإسلام المجدد محمد بن عبد الوهاب بن سليمان التميمي رحمه الله: باب قول الله عز وجل وعلى الله فتوكلوا إن كنتم مؤمنين. കിതാബ് തൗഹീദിലെ 33-ാമത്തെ ബാബാണ്. ബാബു ഖൗലില്ലാഹി അസ്സ വജൽ വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുവിൽ തവക്കുലാക്കുക എന്ന ആയത്തിനെ കുറിച്ചുള്ള അധ്യായം. ഈ അധ്യായത്തിൽ ബാബിൽ തവക്കുലിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാ അധ്യായങ്ങളിലും എന്തുകൊണ്ടാണ് ഈ വിഷയം കിതാബ് തൗഹീദിൽ ഇദ്ദേഹം ഉൾപ്പെടുത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തവക്കുലിനെ കുറിച്ചുള്ള ബാബ് ഒരു അധ്യായം ഇദ്ദേഹം ചേർത്തിട്ടുള്ളത്? കാരണം തവക്കുൽ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് വഅലല്ലാഹി ഫതവക്കലു, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക, ഭരമേൽപ്പിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അപ്പോൾ ഈമാൻ ഉണ്ടെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. ഉലമാക്കൾ പറയുന്നത് മാ ഉല്ലിക അൽ ഈമാനു ബിഹി, ഈമാൻ ഉണ്ടെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഹുവ ഇബാദ, അത് ഇബാദത്തായിരിക്കും. അതുകൊണ്ടാണ് കിതാബ് തൗഹീദിൽ അധ്യായം ചെയ്തിട്ടുള്ളത്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമായിരിക്കണം എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമയുടെ അർത്ഥം. അപ്പോൾ തവക്കുൽ ഇബാദത്താണെങ്കിൽ അല്ലാഹുവിന്റെ മേൽ മാത്രമായിരിക്കണം. അല്ലാഹു അല്ലാത്തവരുടെ മേൽ തവക്കുൽ ചെയ്താൽ അത് ശിർക്കായി മാറും. അതുകൊണ്ടാണ് ഈ അധ്യായം അദ്ദേഹം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വഖൗലുഹു, ഈ വിഷയമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു ആയത്താണ് ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും അൽ ആയ, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ മനസ്സുകൾ പേടിക്കും എന്ന് പറയുന്ന ആയത്ത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് കിതാബ് തൗഹീദിൽ ആയത്തുകൾ പൂർത്തിയായിട്ട് കൊടുക്കാത്തത്. ശരിക്കും ഈ ആയത്തിൽ തവക്കുലിനെ കുറിച്ച് പറയുന്ന ഭാഗം ഇവിടെ കൊടുത്തിട്ടില്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ പേടിക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് മേൽ ഓതി കേൾപ്പിച്ചാൽ സാദത്തുഹും ഈമാനൻ, ആ ആയത്തുകൾ അവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളുടെ റബ്ബിന്റെ മേൽ തവക്കുലാക്കും, ഭരമേൽപ്പിക്കുകയും ചെയ്യും എന്നാണ് ആയത്തിന്റെ പൂർണ്ണരൂപം. അതെന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം കൊടുത്തില്ല ആയത്തിലെ? ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് കിതാബ് തൗഹീദ് പഠിക്കുന്നത് തുല്ലാബുൽ ഇൽമാണ്, വിദ്യാർത്ഥികളാണ്. അവർ ഖുർആൻ ഹിഫ്ലാക്കിയിരിക്കും. അപ്പോൾ ഖുർആൻ ഹിഫ്ലാക്കുക എന്നുള്ളത് തലബുൽ ഇൽമിന്റെ ഒരു ഷർത്താണ്, നിബന്ധനയാണ്. അതുകൊണ്ടാണ് കിതാബ് തൗഹീദിൽ പല സ്ഥലത്തും ആയത്തുകൾ പൂർത്തിയായിട്ട് കൊടുക്കാത്തത് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത് എന്താണ്? മുഅ്മിനീങ്ങളുടെ 3 സിഫത്തുകളാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഇതും ഈ വിഷയം എന്തുകൊണ്ട് ഉൾപ്പെടുത്തി എന്നതിന് ഉത്തരമാണ്. മുഅ്മിനീങ്ങളുടെ സിഫത്താണ് ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ഇബാദത്തായിരിക്കും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്? ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ മനസ്സുകളിൽ പേടിയുണ്ടാകും. ഇതാണ് ഒന്നാമത്തെ കാര്യം. അല്ലാഹുവിനെ കുറിച്ച് കേട്ടാൽ, അല്ലാഹ് എന്നുള്ള വാക്ക് കേട്ടാൽ പേടിയുണ്ടാകണം. ഈമാൻ ഉണ്ടെങ്കിലുള്ള ഒരു നിബന്ധനയാണ്. ഇപ്പോൾ നമ്മളോടൊക്കെ ചില ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ന കാര്യം ഹറാമാണ്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിരിക്കും. അങ്ങനെയൊക്കെ പലരും പലതും പറയും. അതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തമാശയായിട്ട് മറുപടി പറയും. അത് പറയരുത്. പറഞ്ഞു തരുന്ന ആൾ പറഞ്ഞ കാര്യം ചിലപ്പോൾ തെറ്റാണെങ്കിൽ പോലും ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു വിലക്കിയ കാര്യമെന്നാണ്. അപ്പം അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ചിരിയും കളിയും തമാശയൊന്നും പാടില്ല, ഗൗരവത്തോടെ കാണണം. മുൻഗാമികളായ ചില മഹാന്മാരെ കുറിച്ച് അവരുടെ ചരിത്രങ്ങൾ കാണാം. ഇത്തഖില്ല എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ വീണുപോകുമായിരുന്നു, അങ്ങനെ വെറുക്കുമായിരുന്നു. ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് തോന്നിയതുപോലെ ആകാം. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ പേടിക്കുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ സിഫത്താണ്, അവരുടെ പ്രത്യേകതയാണ്. രണ്ടാമത്തേത് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ ഓതി കേൾപ്പിച്ചാൽ വജിലത് വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. അപ്പോൾ ഖുർആന്റെ ആയത്തുകൾ കേട്ടാൽ ഈമാൻ വർദ്ധിക്കുക എന്നുള്ളത് അത് ഈമാന്റെ ലക്ഷണമാണ്. ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാൻ കൂടും അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ. ഖുർആൻ കേൾക്കുമ്പോൾ നമുക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലെങ്കിൽ
അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് യാതൊരു കുലുക്കവുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാന്റെ കാര്യം അപകടത്തിലാണ്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്. ചില ഉലമാക്കൾ ഈ ആയത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്? ചിലപ്പോൾ സ്വന്തമായി ഖുർആൻ ഓതുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ ഖിറാഅത്ത് കേൾക്കുന്നത് ഈമാൻ വർദ്ധിപ്പിക്കും. വിശുദ്ധ ഖുർആനിൽ ഖുർആൻ കേട്ട് കരയുക എന്ന ഒരു വിഷയം പറഞ്ഞിട്ടുള്ളതൊക്കെ വൈദാ സമിഉ, അവർ ഖുർആൻ കേട്ടാൽ എന്നാണ്. ഖുർആൻ ഓതിയിട്ട് കരയുക എന്നൊരു പ്രയോഗം ഖുർആനിൽ വന്നിട്ടില്ല. ഖുർആൻ കേട്ടാൽ അവർ കരയും എന്നൊക്കെ അഹ്ലുൽ കിതാബിൽപ്പെട്ട ഉലമാക്കളെ കുറിച്ച്, അതുപോലെ സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ കേൾക്കുന്നത് നല്ല കാര്യമാണ്. നമ്മൾ ഓതുകയും വേണം, കേൾക്കുകയും വേണം. പണ്ഡിതന്മാർ പറയുന്നത് ഓതിയാൽ ഹർഫിന് കൂലിയുള്ളത് പോലെ തന്നെ കേട്ടാലും ഹർഫിന് കൂലിയുണ്ട്. ഒരു ഹർഫിന് ഒരു പുണ്യം, ഒരു നന്മ ചെയ്ത പ്രതിഫലം ഉണ്ടായിരിക്കും. അപ്പോൾ ഖുർആൻ കേൾക്കുക എന്നുള്ളത് ഒരു ഇബാദത്താണ്. സഹാബത്ത് ഒരുമിച്ച് കൂടിയാൽ അവരെക്കുറിച്ച് അസ്റുകളിൽ കാണാം. അവരൊരുമിച്ച് കൂടിയാൽ ഒരാൾ ഓതും, അല്ലെങ്കിൽ അവർ ഒരാളോട് ഓതാൻ വേണ്ടി പറയും അവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഖുർആൻ കേൾക്കുക എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയൊരു സുന്നത്താണ്, സ്വഹാബത്തിന്റെ ചര്യയാണ്. അപ്പോൾ ഖുർആൻ പാരായണം കേൾക്കുന്നത് നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്ന കാര്യമാണ്. ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, താങ്കൾക്കാണല്ലോ ഖുർആൻ അവതരിപ്പിച്ചത്, എന്നിട്ട് താങ്കൾക്ക് മേൽ ഞാൻ ഓതി കേൾപ്പിക്കുകയാണോ, താങ്കളെ ഞാൻ കേൾപ്പിക്കുകയോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ള ഒരാൾ ഓതുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ പാരായണം ഖുർആൻ ഓത്ത് കേൾക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് ഖുശൂ ഉണ്ടാകാൻ, ഈമാൻ വർദ്ധിക്കാൻ കാരണമാകും. ഈമാനിന്റെ അടയാളമാണ് ആ കാര്യം. സാദത്തുഹും ഈമാൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളത്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബിന്റെ മേൽ അവർ തവക്കുൽ ചെയ്യും, ഭരമേൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ പറയുന്നത് ഇഅ്തിമാദുൽ ഖൽബി അലല്ലാഹി മഅ ബദലിൽ അസ്ബാബ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അത് ദീനിയായ കാര്യങ്ങളാവാം, ദുനിയവിയായ കാര്യങ്ങളാവാം, അവ നേടുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ പേടിക്കുന്ന അപകടങ്ങൾ, ദീനിയായിട്ടും ദുന്യവിയായിട്ടും നമ്മൾ പേടിക്കുന്ന അപകടങ്ങൾ, അത് നമ്മിൽ നിന്ന് അകന്നു പോകാൻ അള്ളാഹുവിൽ അവലംബിക്കുക. മഅബദലിൽ അസ്ബാബ്, അതിന് വേണ്ട സബബുകളൊക്കെ അതിൻ്റെ കൂടെ ചെയ്യുകയും ചെയ്യാം. ഇതാണ് തവക്കുൽ എന്ന് പറയുന്നത്. നമുക്ക് ദാരിദ്ര്യം വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കുക, സമ്പാദിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ മനസ്സ് അള്ളാഹുവിൽ അവലംബിക്കുക. മനസ്സ് അവലംബിക്കുന്നത് ഈ അസ്ബാബിലായിരിക്കരുത്. നമ്മുടെ ജോലി, കച്ചവടം, ഇങ്ങനെ ഉള്ള അസ്ബാബുകൾ, അതായിരിക്കരുത് നമ്മുടെ മനസ്സ് അവലംബിക്കുന്നത്. അത് എന്തെങ്കിലും നഷ്ടം വന്നാൽ നമുക്ക് പേടിയുണ്ടാകരുത്. നമ്മുടെ മനസ്സിന്റെ ആശ്രയം അള്ളാഹുവിലായിരിക്കണം. അതോടൊപ്പം എല്ലാ അസ്ബാബുകളും നമ്മൾ ചെയ്യുകയും വേണം. കാരണം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ് സബബുകൾ സ്വീകരിക്കാൻ. ഇതാണ് തവക്കുൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തവക്കുൽ അള്ളാഹുവിലായിരിക്കും എന്നുള്ളത് ഇബാദത്താണ്. അത് മറ്റൊരാളിലായാലോ അത് ശിർക്കാണ്. അത് ചില സമയത്ത് ശിർക്കുൻ അക്ബറാകും. പൂർണ്ണമായ തവക്കുൽ, പൂർണ്ണമായി നമ്മൾ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹുവിന് പുറമെ മറ്റൊരാളിലാണെങ്കിൽ അത് ശിർക്കുൻ അക്ബറാകും. അതുപോലെ ആ തവക്കുലിന്റെ അളവിനനുസരിച്ച് അത് ശിർക്കുൻ അസ്ഗറും ആകും. വഖൗലുഹു, ഇതുമായി ബന്ധപ്പെട്ട്, തവക്കുലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു ആയത്താണ് യാ അയ്യുഹൻ നബിയു ഹസ്ബുകല്ലാഹ്, നബിയെ താങ്കൾക്ക് മതിയായി അല്ലാഹു തആല, താങ്കൾക്ക് സംരക്ഷകനായി അല്ലാഹു തആല മതി. ഹസ്ബുകല്ലാഹ്, താങ്കൾക്ക് അല്ലാഹു മതിയായിരിക്കും. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, താങ്കളെ പിന്തുടർന്ന മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മതി. അപ്പോൾ ഹസ്ബുൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യത്തിനും മതിയായവൻ എന്നാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു തആല മതിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, താങ്കളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലാഹു മതിയായിരിക്കും. വഖൗലുഹു, അല്ലാഹു തആല പറയുന്നു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അപ്പോൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ എല്ലാ കാര്യത്തിനും അല്ലാഹു മതി എന്ന് പറഞ്ഞതിനെ വിശദീകരിക്കുകയാണ് അടുത്ത ആയത്ത്. ആരുടെ കാര്യത്തിനാണ് അല്ലാഹു മതിയായിരിക്കുക? ആരുടെ ആവശ്യങ്ങളാണ് അല്ലാഹു നടത്തി കൊടുക്കുക? തവക്കുലാക്കുന്നവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെ. എൻ്റെ ആവശ്യങ്ങൾ നടത്താൻ അള്ളാഹുവിന് കഴിയും, അവന്റെ സഹായം എനിക്കുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് മുത്തവക്കിൽ. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ആവശ്യങ്ങൾ അള്ളാഹു നടത്തി കൊടുക്കും. വമൻ യതവക്കൽ അലല്ലാഹ്, ആരാണോ അള്ളാഹുവിൽ തവക്കുലാക്കുന്നത്, ഫഹുവ ഹസ്ബുഹു, അള്ളാഹു തആല അവന് മതിയായവനായിരിക്കും. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, ഒരിക്കലും മാറ്റമില്ലാത്ത കാര്യമാണ്.
നമ്മുടെ മനസ്സിൽ തവക്കുലുണ്ടോ? ഹദീസിൽ വന്നതുപോലെ ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, നിങ്ങൾ പൂർണ്ണമായ തവക്കുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ലറസഖകും കമാ യർസുഖുത് തൈർ, പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകും. എന്താണ് പക്ഷികളുടെ പ്രത്യേകത? തഗ്ദു ഖിമാസൻ വതറൂഹു ബിത്താന, ആ പക്ഷികൾ കാലിയായ വയറുമായി അതിന്റെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു രാവിലെ, വതറൂഹു ബിത്താന, വയറ് നിറഞ്ഞ് മടങ്ങുകയും ചെയ്യുന്നു. ഒരു പക്ഷിയും പട്ടിണിയാകുന്നില്ല. പക്ഷികളുടെ പ്രത്യേകത എന്താണ്? അവര് അള്ളാഹുവിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതോടൊപ്പം അള്ളാഹു കൽപ്പിച്ച സബബുകൾ അവർ സ്വീകരിക്കുന്നു. തഗ്ദു ഖിമാസൻ, വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്, ഭക്ഷണം അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു താല അവരുടെ കാര്യം ഏറ്റെടുക്കുന്നു. അപ്പൊ അള്ളാഹുലായിരിക്കണം നമ്മുടെ ആശ്രയം, തവക്കുൽ. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സ്വഹാബിയായ മഹാപണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ വാക്ക് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വാക്ക് എന്താ അതിന്റെ അർത്ഥം? നമുക്ക് മതിയായി അള്ളാഹു ഉണ്ട്, നമുക്ക് എല്ലാത്തിനും അള്ളാഹു മതി. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അവൻ എന്നുള്ള വാക്ക്. ഈ വാക്ക് ഖാലഹ ഇബ്രാഹിമു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന ഉൽഖിയ ഫിന്നാർ, ചരിത്രത്തിൽ 2 സന്ദർഭങ്ങളിൽ ഈ വാക്ക് കൊണ്ട് അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാം ഈ വാക്ക് പറഞ്ഞു ഹീന ഉൽഖിയ ഫിന്നാർ, തീയിലെറിയപ്പെട്ട സന്ദർഭത്തിൽ. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹം ഇമാമുൽ ഹുനഫ, മുവഹിദീങ്ങളുടെ ഇമാമാണ്, അബുൽ അംബിയ, അംബിയാക്കളുടെ പിതാവാണ്. അദ്ദേഹം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഒറ്റക്ക് നിന്ന് അദ്ദേഹം രാജാവിനും സമൂഹത്തിനും സ്വന്തം പിതാവിനുമൊക്കെ എതിരെ തൗഹീദ് പറഞ്ഞ് അവരെ ഇതിലേക്ക് ക്ഷണിച്ചു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ആ സമൂഹം ഒന്നടങ്കം അദ്ദേഹത്തിനെതിരായി. ഭരണാധികാരികൾ അദ്ദേഹത്തെ പിടികൂടി തീയിലെറിഞ്ഞ് കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. അങ്ങനെ വലിയ തീ കത്തിച്ചു, അതിലേക്ക് അദ്ദേഹത്തെ എറിഞ്ഞു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അള്ളാഹു മതി, ഭരമേൽപ്പിക്കാൻ അവനത്ര നല്ലവനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവെ അവലംബിക്കുക. ഭയപ്പെടുന്നത് എന്താണ്? തീയിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എത്ര വലിയ പ്രശ്നത്തിലാണോ നമ്മൾ നിൽക്കുന്നത്, അതിനനുസരിച്ച് തവക്കുലിന്റെ മഹത്വം ഏറും. എത്ര വലിയ പ്രശ്നത്തിൽ നമ്മൾ തവക്കുലാക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ തവക്കുലിന്റെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാം ഈ വാക്ക് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ്. അള്ളാഹു തആല പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയിനോട് അള്ളാഹു കൽപ്പിച്ചു തണുപ്പായി മാറാൻ വേണ്ടി. അള്ളാഹു തആല അദ്ദേഹത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. വഖാലഹ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖാലു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട് അദ്ദേഹത്തിന്റെ സീറയിൽ. അതെപ്പോഴാണ്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. ഈ ആയത്തിന്റെ ബാക്കി എന്താണ്? വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ഫൻഖലബു ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ൽ ലം യംസസ്ഹും സൂഉൻ വത്തബഉ റിദ്വാനല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഒരുപാട് സ്വഹാബത്ത് ശുഹദാക്കളായി, ജീവൻ നഷ്ടപ്പെട്ട്, കുറെ സ്വഹാബത്തിന് പരിക്ക് പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പരിക്ക് പറ്റി, അങ്ങനെ മടങ്ങുകയാണ്. ആ സമയത്ത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മുശ്രിക്കുകൾ പദ്ധതിയിടുകയാണ്, ഒന്നുകൂടി തിരിച്ച് മദീനയിലേക്ക് പോയി ഈ പരിക്ക് പറ്റി മടങ്ങുന്ന സഹാബത്തിനെ കൂടി കൊന്നുകളയാം, അങ്ങനെ മുഹമ്മദിന്റെ ദീൻ വേരോടെ പിഴുതെടുക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ട വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ആ അറിഞ്ഞ സന്ദർഭത്തിനെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. എന്താണ് ആളുകൾ പറഞ്ഞത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, മുശ്രിക്കുകൾ ഇതാ നിങ്ങൾക്ക് നേരെ വീണ്ടും പുറപ്പെടുന്നു. ഫഖ്ശൗഹും, നിങ്ങൾ പേടിച്ചു കൊള്ളുക. കാരണം ഒന്നാമത് യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ്, അതുപോലെ പരിക്ക് പറ്റിയവരാണ് കൂടെയുള്ളവരൊക്കെ. അടുത്ത സുഹൃത്തുക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ മരണപ്പെട്ട ദുഃഖത്തിലാണ്. ആ സന്ദർഭത്തിലാണ് ഇവർ വീണ്ടും വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിക്ക് പറ്റിയ സ്വഹാബത്തിനെയുമായി അവരെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു. ഹംറ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. പക്ഷെ അബൂ സുഫിയാൻ അയാളുടെ മനസ്സ് മാറുകയും അദ്ദേഹം തിരിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ യുദ്ധമില്ലാതെ ഫൻഖലബു ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ൽ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടും അവർ മടങ്ങി. ലം യംസസ്ഹും സൂ, ഒരു ദോഷവും അവരെ ബാധിച്ചില്ല. അവർ പറഞ്ഞത് എന്താണ്? ജനങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അള്ളാഹു മതി നമുക്ക് ഭരമേൽപ്പിക്കാൻ, അവത്ര മതിയായവനാണ് അള്ളാഹു എന്ന് പറയുകയുണ്ടായി. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, അസറാണ് ഇത്. ഇതാണ് തവക്കുലിന്റെ പ്രാധാന്യം. തവക്കുൽ എന്ന് പറയുന്നത് ഈമാനിന്റെ ഷർത്താണ്, ഈമാനിന്റെ തെളിവാണ്. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹുൽ തവക്കുലാക്കുക. അപ്പൊ തവക്കുൽ ഇല്ലെങ്കിലോ? ഈമാൻ ഇല്ല എന്നർത്ഥം. അപ്പൊ നമ്മുടെ ഈമാൻ പരിശോധിക്കാനുള്ള ഒരു അളവുകോലാണ് ഈമാൻ. നമ്മുടെ പ്രശ്നങ്ങളിൽ ആ പ്രശ്നം ദീനിയാവട്ടെ ദുന്യവിയാകട്ടെ, ചിലപ്പോൾ ദീനിയായ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ല, അത് തവക്കുലാക്കുക, അള്ളാഹു തആല സഹായിക്കും.
അതുപോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇതെന്നെ കൊണ്ട് സാധിക്കൂല എന്ന് വിചാരിക്കരുത്. നമ്മൾ പഠിക്കുന്നത്, ദീൻ പഠിക്കുന്നത്, ഖുർആൻ ഹിഫ്ലാക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദീനിയായ ഇൽമു പഠിക്കുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചാൽ എളുപ്പമാകും. അതുപോലെ തന്നെ ദുനിയാവിന്റെ കാര്യങ്ങൾ, നമ്മുടെ ജോലി, അതുപോലെ തന്നെ മറ്റ് എന്ത് പ്രയാസങ്ങളാകട്ടെ, രോഗമാകട്ടെ, കടമാകട്ടെ, ഇതൊക്കെ അല്ലാഹു തആല വിചാരിച്ചാൽ നിസ്സാരമാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണ് തവക്കുലാക്കുന്നത് അവൻ അല്ലാഹു മതിയായിരിക്കും. അടുത്ത ബാബ് ഖൗലില്ലാഹി തആല അഫ അമിനു മക്റല്ലാഹി ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അഫ അമിനു മക്റല്ലാഹ്, അല്ലാഹുവിന്റെ മക്ർ, തന്ത്രം, അതിനെക്കുറിച്ച് അവർ നിർഭയരാണോ, നിർഭയാവസ്ഥയിലാണോ? ഫലാ യഅമനു മക്റല്ലാഹി, അല്ലാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയരാവുകയില്ല. ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടക്കാരായ സമൂഹമല്ലാതെ, സമുദായമല്ലാതെ. വഖൗലുഹു, അതുപോലെ തന്നെ മറ്റൊരു ആയത്ത്, ഖാല വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ. വഴിപിഴച്ചവരല്ലാതെ ആരാണ് അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാവുക? ഈ ആയത്തുകളിൽ എന്താണ് പറയുന്നത്? ഈ രണ്ട് ആയത്തുകളിൽ രണ്ട് വലിയ പാപങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. തൗഹീദുമായി ബന്ധമുള്ള രണ്ട് വലിയ പാപങ്ങൾ. നമുക്കറിയാം, കിതാബ് തൗഹീദാണ് നമ്മൾ വായിക്കുന്നത്, തൗഹീദുമായി ബന്ധമുള്ള കാര്യങ്ങളാണ്. എന്താണ് ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത്? അഫ അമിനു മക്റല്ലാഹ്, അല്ലാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അവർ നിർഭയരായിരിക്കുകയാണോ? ഈ ആയത്തിന്റെ മുൻപുള്ള ആയത്ത് എന്താണ്? അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് പേടിക്കാതെ നിർഭയരായിരിക്കുകയാണോ ആ നാട്ടുകാർ? കാഫിറുകളായ ആളുകൾ, പാപികളായ ആളുകൾ, അവരെ കുറിച്ചാണ് പറയുന്നത്. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ. ദുഹാ സമയത്ത്, രാവിലെ സമയത്ത് അവര് നമ്മുടെ ശിക്ഷയെക്കുറിച്ച് പേടിക്കാതെ കളിക്കുകയാണോ? ആ കളിക്കുന്ന സമയത്ത് ശിക്ഷ വരികയില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അഫ അമിനു മക്റല്ലാഹ്, അവർ അല്ലാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അശ്രദ്ധയിലാണോ? വലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടക്കാരല്ലാതെ അല്ലാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് അശ്രദ്ധരാവുകയില്ല. എന്താണ് അവിടെ പറയുന്നത്? ശിർക്കും കുഫറും മാസിയത്തുകളും ചെയ്യുന്ന ഖൗമ് അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിക്കാതെ ഇരിക്കുകയാണ്. ഈ ഖൗമാണെങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തു പറഞ്ഞത്? ചില പണ്ഡിതന്മാർ പറയുന്നു, രാത്രിയിൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്ക് നിർഭയത്വമുണ്ട് എന്നാണ് അർത്ഥം. കാരണം പേടിയുള്ള, യുദ്ധമോ ദാരിദ്ര്യമോ രോഗങ്ങളോ ഒക്കെ പേടിക്കുന്ന ആളുകളാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുകയില്ല. അതുപോലെ തന്നെ ദുഹാ സമയത്ത്, ആളുകൾ ജോലിയിൽ തിരക്കിലാകുന്ന സമയമാണ് ദുഹാ എന്ന് പറയുന്നത്. ആ സമയത്ത് അവർ കളിക്കുമ്പോൾ അവർക്ക് ശിക്ഷ വരില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം, അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ടതില്ല, അതിന് മാത്രം സമ്പാദ്യങ്ങൾ ഉണ്ട്, അതുമാത്രം സമ്പത്തുണ്ട്, അതുകൊണ്ടാണ് ആ സമയത്ത് അവർ കളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് അതിന് നന്ദി ചെയ്യാതെ മാസിയത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ചുള്ള അശ്രദ്ധ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിർഭയത്വം എന്ന് പറയുന്നത് ഉലമാക്കൾ അതിന്റെ നിർവചനമായിട്ട് പറയുന്നത് അൽ ഗഫ്ലതു അൻ അദാബിഹി, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള അശ്രദ്ധ, മഅൽ ഇഖാമത്തി അലാ മൂജിബിഹി, ആ ശിക്ഷ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അതിനാണ് അൽ അംനു മിൻ മക്രില്ല എന്ന് പറയുന്നത്. അൽ അംനു മിൻ മക്രില്ല എന്ന് പറഞ്ഞാൽ അൽ ഗഫ്ലതു അൻ അദാബില്ലാഹി മഅൽ ഇഖാമത്തി അലാ മൂജിബിഹി, അള്ളാഹുവിന്റെ അദാബ് കിട്ടാനുള്ള കാരണങ്ങൾ നിരന്തരം ചെയ്യുകയും എന്നിട്ട് അവന്റെ ശിക്ഷയെക്കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്യുക. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അദാബിനെ കുറിച്ച് ഇവിടെ മക്ർ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്, തന്ത്രം. ഇപ്പൊ തന്ത്രം എന്നുള്ളത് അള്ളാഹുവിന് യോജിച്ച ഒരു സിഫത്താണോ, വിശേഷണമാണോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഉലമാക്കൾ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്ന് വ്യക്തമാണ്. പല ആയത്തുകളിലും അള്ളാഹുവിന്റെ തന്ത്രം, വയംകുറൂന വയംകുറുല്ലാഹ്, അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അപ്പോൾ ഉലമാക്കൾ പറയുന്നത്, അഖീദ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്, തന്ത്രം പ്രയോഗിക്കുക എന്നുള്ളത് ഒരു നല്ല ഗുണമാകുന്നത് എപ്പോഴാണ്? ഇങ്ങോട്ട് തന്ത്രം പ്രയോഗിക്കുന്ന ആളുകൾക്കെതിരായി അല്ലെങ്കിൽ അത് അർഹിക്കുന്ന ആളുകൾക്കെതിരായി തന്ത്രം പ്രയോഗിക്കുന്നത് നല്ല സിഫത്താണ്. നേരെ മറിച്ച് തന്ത്രശാലി എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പേര് അള്ളാഹുവിനില്ല. കാരണം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് മക്ർ എന്ന് പറയുന്നത് മഹ്മൂദാവുക, നല്ലതാവുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തന്ത്രം എന്ന വാക്ക് ഖുർആനിൽ എവിടെ നോക്കിയാലും കാണാം, അത് അർഹിക്കുന്ന ആളുകളെ കുറിച്ചാണ്, ശിക്ഷ അർഹിക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു സിഫത്ത് അൽ അംനു മിൻ മക്രില്ല എന്ന് പറയുന്നത് വലിയ ഒരു പാപമാണ്. തെറ്റ് ചെയ്യുകയും അതിന്റെ കൂടെ ഒരു പേടിയില്ലാത്ത അവസ്ഥയും ഇതൊരിക്കലും ഒരു മുഅ്മിൻ ഉണ്ടാകാൻ പാടില്ല.
അത് തൗഹീദിനെ ബാധിക്കുന്ന ഒരു കുറ്റമാണ്. ഇനി ഈ കുറ്റം, ഈ തെറ്റ് അത് ഷിർക്കാകുമോ, തൗഹീദിൽ നിന്ന് പൂർണ്ണമായി പുറത്താകുമോ? ഉലമാക്കൾ പറയുന്നത് ഇതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മക്റിനോട്, അള്ളാഹുവിന്റെ അദാബിനോട് ഒരു പേടിയുമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബറാകും. എന്നാൽ അതിന്റെ കമാല് നഷ്ടപ്പെട്ടാൽ, പൂർണ്ണമായ പേടി ഒരാൾക്കില്ല, കുറച്ചൊക്കെ പേടിയുണ്ട് പക്ഷേ വേണ്ടത്ര പേടിയില്ല, അങ്ങനെയാണെങ്കിൽ അത് ഷിർക്കുൻ അക്ബർ ആവുകയില്ല, ഒരു പാപമായിരിക്കും, ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല. അതേമറിച്ച് ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് യാതൊരു പേടിയുമില്ല, തെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ അളവ് പോലും പേടിയില്ല എങ്കിൽ അത് ഷിർക്കുൻ അക്ബർ തന്നെയാകും. വഖൗലുഹു, ഇനി രണ്ടാമത്തെ തെറ്റ്, രണ്ടാമത്തെ വൻ പാപം എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ അധ്യായത്തിൽ പറയുന്നത്? ഖാല വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി, തന്റെ റബ്ബിന്റെ റഹ്മത്തിനെ തൊട്ട് ആരാണ് നിരാശരാവുക? ഇല്ലദ്ദാല്ലൂൻ, വഴി പിഴച്ചവരല്ലാതെ. അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ നിരാശ, അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കുകയില്ല എന്നുള്ള ചിന്ത. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, അതിന്റെ വിശദീകരണമായി അല്ലെങ്കിൽ നിർവചനമായി പറയുന്നത്, ഇസ്തിബ്ആദു റഹ്മത്തില്ലാഹി ഫി ഹഖ്ഖിൽ ആസി, ഇസ്തിബ്ആദു നുസൂലി റഹ്മത്തില്ലാഹി ഫി ഹഖ്ഖിൽ ആസി. പാപിയായ ഒരാൾ അള്ളാഹുവിന്റെ റഹ്മത്ത് തനിക്ക് വന്നു കിട്ടും എന്നത് വിദൂരമായി കാണുക, അത് സാധ്യതയില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് കിട്ടുകയില്ല, ഞാൻ പാപിയാണ് എന്ന് ചിന്തിക്കുക, അത് വൻ പാപമാണ്, വലിയ തെറ്റാണ്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അനിൽ ഖബായിർ, വൻപാപങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ഗൗരവത്തോടുകൂടി ശരീഅത്ത് താക്കീത് ചെയ്തിട്ടുള്ള, ഹറാമാക്കിയുള്ള കുറ്റങ്ങൾ എന്ന് പറയാം. വൻപാപത്തിന്റെ നിർവചനം, ഒരു കാര്യം ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് അത് ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അതാണ് വൻപാപങ്ങൾ. വൻപാപങ്ങൾക്ക് തൗബ നിർബന്ധമാണ്. വൻപാപം ചെയ്താൽ തൗബയില്ലാതെ അത് പൊറുക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട്, നമസ്കാരം കൊണ്ട്, വുളു കൊണ്ട്, നോമ്പ് കൊണ്ട്, ഹജ്ജ് കൊണ്ടൊക്കെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വൻപാപങ്ങൾ അതിൽ പെടുകയില്ല, കബീറത്തുകൾ അതിൽ പെടുകയില്ല. ഇപ്പൊ കബീറത്തുകൾ എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഫഖാല, അവിടുന്ന് പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, ഒന്നാമത്തേത് ഷിർക്ക്, ഏറ്റവും വലിയ പാപം ഷിർക്കാണ്, അതിനേക്കാൾ വലിയ പാപമില്ല. വൽ യഅ്സു മിർ റൗഹില്ലാഹ്, അള്ളാഹുവിന്റെ ആശ്വാസത്തെക്കുറിച്ച്, അള്ളാഹു നൽകുന്ന ആശ്വാസത്തെക്കുറിച്ച് നിരാശരാവുക. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാവുക എന്ന് പറഞ്ഞതും അള്ളാഹുവിന്റെ ആശ്വാസത്തെക്കുറിച്ച് നിരാശരാവുക എന്ന് പറഞ്ഞ എന്താ വ്യത്യാസം? റഹ്മത്ത് എന്ന് പറഞ്ഞ ആമാണ്, അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാവർക്കും ആവശ്യമാണ്. പണക്കാരനും പാവപ്പെട്ടവനും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവനും അല്ലാത്തവനും ഒക്കെ റഹ്മത്ത് ആവശ്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ആവശ്യമായ കാര്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ റൗഹ്, അള്ളാഹു നൽകുന്ന ആശ്വാസം, തുറവി, അതിനെക്കുറിച്ച് നിരാശ പ്രകടിപ്പിക്കുക എന്നുള്ളത്. വൽ അംനു മിൻ മക്രില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്, തന്ത്രത്തെക്കുറിച്ച് നിർഭയനായിരിക്കുക എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളാണ് അക്ബറുൽ ഖബായിർ, അല്ലെങ്കിൽ ഖബായിർ, ഏറ്റവും വലിയ പാപങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് പരിഹരിക്കാൻ അവന് സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കൽ നിർബന്ധമാണ്. ഒരാളത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ അയാൾക്ക് ഖുനൂത്ത്, നിരാശ വന്നാൽ, രണ്ട് തെറ്റുകളാണ് അയാൾ ചെയ്യുന്നത്. രണ്ട് നിലക്കാണ് അള്ളാഹുവിനെ കുറിച്ച് അയാൾ ചീത്ത വിചാരം വെച്ച് പുലർത്തുന്നത്. ഒന്നാമത്തേത്, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്ത് അയാൾ നിഷേധിക്കുകയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സിഫത്താണ്, ഏറ്റവും കൂടുതൽ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സിഫത്താണ് റഹ്മത്ത്. ഖുർആൻ തുടങ്ങുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ള സിഫത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, കാരുണ്യം എന്ന വിശേഷണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമും എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്തിൽ നിന്ന് വന്നിട്ടുള്ള നാമങ്ങളാണ്. അപ്പൊ ആ സിഫത്തിൽ ഒരാൾക്ക് വിശ്വാസം കുറവാണെന്ന് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്താണ്? അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും അതുപോലെ എല്ലാ നാമങ്ങളും എന്താണ്? ബാലിഗത്തുൻ ഫിൽ ഹുസ്നി ഗായതഹ, അതിന്റെ ഭംഗി ഏറ്റവും പാരമ്യത്തിലുള്ളതാണ്. അള്ളാഹുവിന്റെ ഒരു ഇസ്മ റഹ്മത്ത്, പരമകാരുണികൻ, നമ്മളിതിങ്ങനെ വായിക്കും, പരമകാരുണികനും കരുണാനിധിയും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റഹ്മത്ത് എന്നുള്ള ഒരു വിശേഷണം അള്ളാഹുവിനേക്കാൾ വേറെ ആർക്കുമില്ല. നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറത്താണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. അപ്പൊ അങ്ങേയറ്റം റഹ്മത്തുള്ളവൻ, അതിൽ വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ അവൻ നിരാശനാവുകയില്ല.
തനിക്ക് ആ റഹ്മത്ത് കിട്ടുകയില്ല എന്ന് അവൻ പ്രതീക്ഷിക്കുകയില്ല. ഞാൻ പാപിയായതുകൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുകയില്ല എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ റഹ്മത്തിനൊരു പരിധിയുണ്ട്. എന്നെപ്പോലത്തെ ആൾക്കാരെന്നതിൽ പെടൂല, അതിനൊരു പരിധിയുണ്ട് എന്നുകൊണ്ടാണല്ലോ. പക്ഷേ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളെയും പൊതിഞ്ഞു നിൽക്കുന്നതാണ്, എല്ലാത്തിനെയും അത് വലയം ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ തെറ്റ്, അള്ളാഹുവിനെ കുറിച്ച് നിരാശനായാൽ, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശനായാൽ രണ്ടാമത്തെ തെറ്റെന്താണ്? അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന സിഫത്തിൽ, കഴിവ് എന്നുള്ള വിശേഷണത്തിൽ ഒരാൾക്ക് വിശ്വാസം കുറഞ്ഞുപോയി. കാരണം നമ്മൾ അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള ആശ്വാസം പ്രതീക്ഷിക്കാതിരിക്കാൻ ഒരു കാരണം എന്താണ്? അള്ളാഹുവിന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലേ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിലൊക്കെ വിശ്വാസമുണ്ട്, പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഇത്രയും വലിയൊരു പ്രശ്നം, ചെറിയൊരു പ്രശ്നമാണെങ്കിൽ ദുആ ചെയ്ത് നോക്കാമായിരുന്നു, ഇത് ഇത്രയും വലിയ സംഖ്യയായിപ്പോയി കടം, അല്ലെങ്കിൽ ഇത്രയും വലിയ രോഗമായിപ്പോയി, മരണം ഉറപ്പാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്, അല്ലെങ്കിൽ മകൻ, അവന് ഇനിയൊരു പ്രതീക്ഷയില്ല, ഇത്ര വലിയ തെറ്റുകളൊക്കെയാണ് അവൻ ചെയ്യുന്നത്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുദ്റത്തിനൊരു പരിധി നമ്മൾ നിശ്ചയിച്ചത് കൊണ്ടാണ് നമുക്ക് നിരാശ വരുന്നത്. അള്ളാഹുവിന്റെ ഖുദ്റത്തിന് ഇങ്ങനെ യാതൊരു പരിധിയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അള്ളാഹുൽ നമ്മൾ നിരാശരാകരുത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും, എൻ്റെ മകനിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ പിന്നെ 2 മക്കളുണ്ടെങ്കിൽ ഒരു മകൻ അവന്റെ കാര്യത്തിൽ ചെറിയ പ്രതീക്ഷ ഉണ്ട്, രണ്ടാളും വഴി പഴച്ചവരാണ്, പക്ഷെ മറ്റവന്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ല. അങ്ങനെ പറയരുത്. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, അവന്റെ കയ്യിലാണ് ഖൽബ്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. അള്ളാഹു ആരെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചുവോ അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകും. അതുപോലെ തന്നെ അള്ളാഹു ആർക്ക് റിസ്ക് നൽകാൻ ഉദ്ദേശിച്ചുവോ അവന് അള്ളാഹു റിസ്ക് നൽകിയിരിക്കും. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, ഓരോ ദിവസവും അള്ളാഹു അവന്റെ പ്രവൃത്തികളിലാണ്, അള്ളാഹു അവന്റെ ഫിഅലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, യുഗ്നി ഫഖീറൻ വയുഫ്ഖിറു ഗനിയ്യൻ വയഹ്ദി ളാല്ലൻ. അള്ളാഹു എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദരിദ്രന് സമ്പത്ത് നൽകുന്നു, പിന്നെ സമ്പത്തുള്ളവനെ ദരിദ്രനാക്കുന്നു, വഴിതെറ്റിയവനെ ഹിദായത്തിലാക്കുന്നു. ഇങ്ങനെ അള്ളാഹു അവന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ നമ്മൾ അവിശ്വസിക്കരുത്, ആ ഖുദ്റത്തിലുള്ള വിശ്വാസം ദുർബലമാകരുത്. ഈ 2 തെറ്റുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശനാവുക എന്നുള്ളത് ഇത്ര ഗൗരവമായി പഠിപ്പിച്ചത്. അപ്പൊ ഇത് രണ്ടും തൗഹീദുമായി ബന്ധമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ കൊടുത്തത്, ഈ ബാബിൽ കൊടുത്തത്, അല്ലെ ഈ കിതാബിൽ ഈ ബാബ് കൊടുത്തത്? അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിരാശനാകുന്നവൻ അള്ളാഹുവിന്റെ 2 സിഫത്തുകളെ പൂർണ്ണമായോ ഭാഗികമായോ നിഷേധിക്കുകയാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിശ്വസിക്കുക എന്നുള്ളത് തൗഹീദിന്റെ ഭാഗമാണ്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ വൻപാപം, വൻപാപങ്ങൾ വെച്ച് ഏറ്റവും വലിയ പാപം എന്താണ്? അദ്ദേഹം പറയുകയാണ്, ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണെങ്കിലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ സ്ഥാനമാണ്. ഉലമാക്കള് മർഫൂഉൽ ഹുക്ം എന്ന് പറയും. സഹാബത്തിന്റെ ചില വാക്കുകൾക്ക് മർഫൂഉൽ ഹുക്ം ആയിരിക്കും എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിന്റെ സ്ഥാനം ഉണ്ടായിരിക്കും. അതെപ്പോഴാണ് ഉണ്ടാവുക? ആ പറയുന്ന വാക്ക് ഇജ്തിഹാദ് ചെയ്തിട്ട് പറയാൻ പറ്റിയ വിഷയമല്ലെങ്കിൽ, സ്വന്തമായിട്ട് പറയാൻ പറ്റിയ വിഷയമല്ല എങ്കിൽ, ഗൈബിയായ കാര്യങ്ങൾ. ഇപ്പൊ ഒരു സഹാബി പറയാണ്, കുർസി എന്ന് പറഞ്ഞാൽ മൗദിഉ ഖദമി റബ്ബ്, റബ്ബിന്റെ പാദം വെക്കുന്ന സ്ഥലമാണ് കുർസി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ സ്ഥാനമാണ്. കാരണം എന്താ? അത് ചിന്തിച്ചുണ്ടാക്കി പറയാൻ പറ്റുന്ന കാര്യമല്ല, ഗൈബിയായ കാര്യമാണ്. അപ്പോൾ ഗൈബിയായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ദീനിന്റെ കാര്യങ്ങൾ, ഇന്ന കാര്യം ഹറാമാണ്, ഇന്ന കാര്യം ഹലാലാണ് എന്നൊക്കെ സഹാബത്ത് പറഞ്ഞാൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ സ്ഥാനമാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുകയാണെങ്കിലും ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കായി ആ സ്ഥാനത്താണ് പരിഗണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടതായിരിക്കും. അദ്ദേഹം പറയുന്നു, ഏറ്റവും വലിയ കബീറത്ത് എന്ന് പറയുന്നത് അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, ഷിർക്കാണ്. അത് നമുക്കറിയാം, ഷിർക്കിന്റെ ഗൗരവവും അതിന്റെ അപകടവും ഒക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ മനസ്സിലാക്കിയതാണ്. വൽ അംനു മിൻ മക്രില്ലാഹ്, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മക്റിനെ കുറിച്ച്, അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള അംന്, നിർഭയത്വം. അപ്പൊ നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്, അല്ലെ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ നമുക്ക് യാതൊരു ശിക്ഷയും കിട്ടുന്നില്ല. നമ്മുടെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകുന്ന നിഅമത്തുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മക്റിന്റെ ഒരു രൂപമാണിത് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഇസ്തിദ്റാജ്, അള്ളാഹു തആല അങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ്. എന്തിനാണ്? ഇന്നല്ലാഹ ലയുംലി ലിസ്സാലിമി, അള്ളാഹു ളാലിമീങ്ങൾക്ക്, അക്രമികൾക്ക് നീട്ടിക്കൊടുക്കും. ഏതുവരെ? ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിത്ഹു, അവനെ പിടിച്ചാൽ പിന്നെ വിടാത്ത രീതിയിൽ പിടിക്കാൻ വേണ്ടി. കാരണം അവന്റെ പാപങ്ങൾ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ശിക്ഷയുടെ അർഹത കൂടിക്കൊണ്ടിരിക്കും, പിന്നീട് അവന് മടങ്ങാൻ കഴിയാത്ത രീതിയിലായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കണം.
അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഹറാമുകൾ മാത്രം ഒരാൾ ചെയ്യുന്നു. അവൻ ചെയ്യുന്ന നിഅമത്തുകൾ, ലഭിക്കുന്ന നിഅമത്തുകൾ ഹറാമിലേക്ക് അങ്ങനെ തിരിച്ചുവിടുകയാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ മക്ർ, അള്ളാഹു തആല തന്ത്രം പ്രയോഗിക്കുകയാണ് എന്ന ചിന്ത നമ്മൾ മനസ്സിലുണ്ടാകണം, പേടി മനസ്സിലുണ്ടാകണം. അതില്ലെങ്കിൽ അതൊരു വലിയ പാപമാണ്. അതില്ലാതെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. അത് കബീറത്താൻ, വൻപാപമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വൽ ഖുനൂതു മിർ റഹ്മത്തില്ലാഹ്, അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള നിരാശ, അള്ളാഹു നമ്മെ അവന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തും എന്നുള്ള ചിന്തയിൽ നിന്ന് അതിൽ കുറവുണ്ടെങ്കിൽ അതൊരു പാപമാണ്. വലിയ മിർ റൗഹില്ലാഹ്, അള്ളാഹു നൽകുന്ന ആശ്വാസത്തിൽ നിരാശ വരിക എന്നുള്ളത്. അതായത് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, രോഗങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകും, റൗഹ് നൽകും എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ ഈ 4 കാര്യങ്ങൾ വൻപാപങ്ങളാണ്. വൻപാപങ്ങളിൽ തന്നെ അക്ബറുൽ കബായിറാണ് എന്നാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്. ഇമാം അബ്ദുർ റസാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുള്ള അസറാണ്. അപ്പോൾ ഈ ബാബിൽ ഈ 2 കാര്യങ്ങളാണ് തൗഹീദുമായി ബന്ധപ്പെട്ട 2 അബദ്ധങ്ങൾ. സാധാരണ ആളുകൾക്ക് സംഭവിക്കുന്ന 2 തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞത് കിതാബു തൗഹീദ് എന്ന് പറഞ്ഞാൽ വായിച്ചിട്ട് പൂട്ടിവെക്കാനുള്ള കിതാബല്ല. നമ്മളിത് മറക്കും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കിതാബു തൗഹീദ് വായിക്കണം. കിതാബു തൗഹീദിന്റെ ഒരു പരിഭാഷയോ അല്ലെങ്കിൽ അറബി അറിയുന്നവരാണെങ്കിൽ അറബി കിതാബ് കയ്യിലുണ്ടെങ്കിൽ ഇത് ഓരോ ദിവസവും എടുത്ത് വായിച്ച് നോക്കേണ്ടതാണ് ശരിക്കും. അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും നമ്മളെടുത്ത് വായിച്ച് നോക്കണം. കാരണം ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ അടുത്ത് വീഴ്ച സംഭവിക്കുന്നുണ്ടാകും. ഓരോ നിമിഷവും നമ്മൾ ആവശ്യക്കാരാണ് ഈ കാര്യങ്ങൾക്ക്. കാരണം ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശ വരാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മെ നിരാശരാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഈ വൻപാപത്തിലേക്ക് നമ്മെ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഗഫലത്തിൽ എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കിതാബ് ഒരിക്കലും നമ്മൾ കൈവിടരുത്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനും തൗഹീദ് തഹ്ഖീഖ് ചെയ്ത് ജീവിക്കാനും കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ച് മരണപ്പെടാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.